ക്ലാസ്സിൽ പഠിച്ച തിയറി വൈകുന്നേരം പ്രാക്ടിക്കലാക്കി. ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയേ. വഴിയരികിൽ തളർന്നു വീണ സ്ത്രീക്ക് രക്ഷകരായി 3 കുട്ടിത്താരങ്ങൾ. കണ്ണൂർ ചൊക്ലിയിലെ VP ഓറിയന്റൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയരാകുന്നത്. തളർന്നു വീണ സ്ത്രീയുടെ കാല് തിരുമ്മിയും വെള്ളം കൊടുത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഈ കുഞ്ഞുങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമാണ്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഐഷ അലോന, ഖദീജ കുബ്ര, നഫീസത്തുൽ മിസ്രിയ എന്നിവരാണ് സ്നേഹത്തിന്റെ മാലാഖമാരായി മാറിയത്. നമുക്ക് ആ നല്ല കാഴ്ചയൊന്ന് കാണാം ആദ്യം. ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിൽ നോക്കിയോണ്ട് നിൽക്കുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടേലും റോഡ് കടക്കാൻ പോകുന്നില്ല. അപ്പാടെ നെഫീസ തൂക്കി കൊടുക്കുന്നതായിട്ട് നോക്കിയപ്പോൾ ആ ചേച്ചി അപ്പാടെ വീണെടുത്ത് അപ്പാടെ ഞാനും ആയിഷവും ഓടിപ്പോയിട്ട് കാല് തടി കൊടുത്തു, നല്ല കാലടി കൊടുത്ത്. ഇവൾ ആരെയോ ഒരു വണ്ടിയിൽ നിന്ന് കഴിഞ്ഞ് ഓളോട് ചോദിച്ചിട്ട് സാരി വാങ്ങിയിട്ട് കൈ പിടിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ നെഞ്ഞ് തടി കൊടുക്കുമ്പോൾ ഇവള് കൈയെല്ലാം തടി കൊടുത്ത്, നമ്മളെല്ലാം തടി കൊടുത്ത്. അപ്പോൾ ആര് വെള്ളമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ അന്ന് ഏച്ചി വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഏച്ചി വെള്ളം തന്നു. അപ്പം നമ്മൾ കുറച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്ന്. അപ്പം നമ്മൾ ചോദിച്ചു ഏച്ചി ഇനി വേണോ? അപ്പോൾ ഒരു വന്ന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് അപ്പോൾ ഏച്ചിക്ക് മെല്ലെ ബോധം വന്നപ്പോൾ നമ്മൾ അവിടെ എണീപ്പിച്ചിട്ട് ഓട്ടോറിക്ഷയിലെത്തി. എന്നിട്ട് ഓര് പറഞ്ഞ് കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ്. ഒരു ചെരുപ്പെല്ലാം എടുത്തു കൊടുത്ത്. അപ്പോൾ ഒരാൾ പറയുന്ന വൈകിയ അച്ഛനെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾ പറയുന്ന ഇത് ഇവലെ മക്കളാണോ? അപ്പോൾ വൈകിയ അച്ഛൻ പറഞ്ഞ് ഇത് ഇവലെ മക്കളെല്ലാം ഈ സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ പറയുന്നത് ഈ സ്കൂൾ കുട്ടികളായാലും ഇങ്ങനെ വേണം, ഇതാണ് ശരിക്കും സ്കൂൾ കുട്ടികൾ. അപ്പോൾ ഒരാൾ ചോദിച്ച് ഇവളോട് ഇവള് ചേർച്ച ഡ്രസ്സിലൊക്കെ ഡോക്ടറാണോ ചോദിച്ച്. അപ്പോൾ അവൾ തന്നെ അല്ല ഡോക്ടറല്ല. അങ്ങനെ അവളെ വണ്ടിയിൽ കയറ്റിയിട്ട് ഹായ് എവരിവൺ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റോഡിൽ കുഴഞ്ഞു വീണ സ്ത്രീക്ക് രക്ഷകരായി 3 പെൺകുട്ടികൾ. 6ാം ക്ലാസ് വിദ്യാർത്ഥിനികൾക്ക് കയ്യടി. ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കണ്ണൂരിൽ റോഡിൽ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായി 3 പെൺകുട്ടികൾ. പെൺകുട്ടികൾക്ക് അഭിനന്ദന പ്രവാഹം. കടയ്ക്ക് മുന്നിൽ കുഴഞ്ഞു വീണ യുവതിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ച 3 കുരുന്നുകൾ മാതൃകയാവുകയാണ്. ഐഷ അലോന, ഖദീജ കുബ്ര, നഫീസത്തുൽ മിസ്രിയ എന്നീ പെൺകുട്ടികളാണ് യുവതിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചത്. കണ്ണൂർ ചോക്ലി VP ഓറിയന്റൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളാണിവർ. രാവിലെ പഠിച്ച തിയറി വൈകുന്നേരം പ്രാക്ടിക്കൽ ആക്കുകയായിരുന്നു കുട്ടികൾ. PT ക്ലാസ് കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് റോഡിൽ സ്ത്രീ കുഴഞ്ഞു വീഴുന്നത് കുട്ടികൾ കണ്ടത്. ഒട്ടും വൈകാതെ കുട്ടികൾ തങ്ങൾക്കറിയാവുന്ന ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നു. കുഴഞ്ഞു വീണ യുവതിയുടെ കാലും കൈകളും കുട്ടികൾ തടവിക്കൊണ്ടിരുന്നു. കൂടാതെ നെഞ്ചിലും പലതവണ അമർത്തിക്കൊണ്ടിരുന്നു. കയ്യിൽ ചൂട് പിടിപ്പിക്കുകയും ചെയ്തതോടെ ബോധം വരികയും ചെയ്തുവെന്ന് കുട്ടികൾ പറയുന്നു. സംഭവത്തിൽ കടയുടമ ഉൾപ്പെടെ അഭിനന്ദിച്ചുവെന്നും കുട്ടികൾ പറയുന്നു. ക്ലാസ്സിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുവെന്ന്, ആരെങ്കിലുമൊക്കെ ഇതുപോലെ റോഡിൽ വീണ് കിടന്നാലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കണ്ടാലോ ഇതുപോലെ ചെയ്ത് രക്ഷിക്കണമെന്നും പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. അതേസമയം സംഭവം അറിഞ്ഞതോടെ വളരെ സന്തോഷത്തിലാണ് കുട്ടികളുടെ അധ്യാപകരും. കുട്ടികളെ കുറിച്ച് അഭിമാനം തോന്നുന്ന സമയമാണിതെന്നും അധ്യാപകനായ PV ലൂബിൻ തിയറിയായി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് അധ്യാപകൻ കൂട്ടിച്ചേർത്തു. കുട്ടികളെ സ്കൂളിൽ അനുമോദിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ കുട്ടികൾ എന്ന് വെച്ചാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം പക്വതയുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. അപ്പൊ ആ കുട്ടികൾ ഒരു സ്ത്രീയെ ഇത്രയും നല്ല ഭംഗിയായി ചികിത്സിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞല്ലോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടികൾ നേരെ ഇപ്പൊ സ്കൂളിൽ പഠിപ്പിച്ചത് ഓർത്തിരുന്ന് ആ ഒരു സംഭവം അത് ചെയ്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അതേസമയം അവരവിടെ കിടക്കുന്ന കണ്ടിട്ട് നൈസായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ എന്തായാലും വേറെ ആൾക്കാരൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അത് വേറെ കാര്യം. പക്ഷെ ഇതിൽ നിന്നും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്കൂളിൽ ഇങ്ങനെയുള്ള അധ്യാപകർ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം അങ്ങനെ ഒരു സംഭവം ആ അധ്യാപകൻ ലൂബിൻ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ ഇത് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു 2-3 കുട്ടികൾ ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കുട്ടി ഒരാളുടെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ആ സാറിന് കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം ഉണ്ടെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ.
അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് സ്കൂളുകളിൽ കൊച്ചു കുട്ടികൾ മുതൽ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 1ാം ക്ലാസ് മുതൽ എല്ലാ കുട്ടികളെയും ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ആർക്കാണ് ഇത് ഉപകാരപ്പെടുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ് ആ സാറ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇതില് പ്രചോദനമായിട്ട് ഇനി എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു PT ടൈമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമില് ഒരു ചെറിയ ഒരു അരമണിക്കൂർ മതിയല്ലോ ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അരമണിക്കൂർ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം ഇതൊരു പ്രചോദനമാക്കുക എല്ലാവരും. അപ്പൊ ഇത് കാണുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കുട്ടികളെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവര് അത് അവിടെ പ്രയോഗിച്ചത് ഈ കുട്ടികളെ പോലെ മാതൃകയായി ഇവരൊരു മാതൃകയായിട്ടാണ് ഇപ്പൊ എല്ലാവരും കാണുന്നത്. കാരണം എല്ലാവരുടെയും കയ്യടി ആ കുട്ടികൾക്കുണ്ട്. നമ്മൾ വരെ ഒന്ന് അഭിമാനം കൊണ്ടില്ലേ ആ ഒരു പിള്ളേരുടെ കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ ആരും പഠിപ്പിച്ചു കൊടുക്കാത്ത സ്കൂളുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.